കേവലം കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങളുടെ പട്ടിക നിരത്തൽ മാത്രമല്ല, അതിനിടയിൽ നിന്നുകൊണ്ടും ആ ഉപരോധ സമാനമായ നടപടികൾ നേരിട്ടുകൊണ്ടും കേരളം എന്തു ചെയ്തു എന്നുകൂടി ഇന്ന് ധനമന്ത്രി അക്കമിട്ട് പറഞ്ഞിരുന്നു. കേരളം എങ്ങനെയാണ് വരുമാനം കൂട്ടിയത്, എത്രമാത്രമാണ് ആ വരുമാന വർധനവിൻ്റെ തോത് എന്ന് കണക്കുകൾ നിരത്തിക്കൊണ്ട്, പഴയകാലത്തെ കണക്കുകൾ മുതൽ നിരത്തിക്കൊണ്ട് പറഞ്ഞു. ഒപ്പം തന്നെ എങ്ങനെയാണ് കടം എടുക്കരുത് എന്നുണ്ട്, ആ കടത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് കടം കുറഞ്ഞത്, എങ്ങനെയാണ് കേരളത്തിൻ്റെ കടം കുറഞ്ഞു വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രവുമല്ല, കൂടുതൽ ചെലവിട്ടു, ചരിത്രത്തിലെ ഏറ്റവും വലിയ ചെലവിടൽ നടത്തിക്കൊണ്ട്, ഞാൻ ആ കണക്കുകൾ ആവർത്തിക്കുന്നില്ല, അങ്ങനെ ചെലവിടുകയാണ് എന്ന് പറഞ്ഞു. ഈ പ്രതിസന്ധിക്കിടയിൽ മാനത്ത് നോക്കി നിൽക്കുകയല്ല, വിലപിക്കുകയല്ല കേരളം ചെയ്യുന്നത്, മറിച്ച് കൂടുതൽ വരുമാനം കണ്ടെത്തി, ചരിത്രത്തിലെ ഏറ്റവും വലിയ വരുമാന വർധനവ് ഉണ്ടാക്കിക്കൊണ്ട്, ചരിത്രത്തിലെ ഏറ്റവും വലിയ ചെലവിടൽ നടത്തിക്കൊണ്ട്, പ്രയോറിറ്റി തീരുമാനിച്ച് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഒപ്പം തന്നെ പറഞ്ഞു വയ്ക്കുന്നു, പ്രശ്നങ്ങളുണ്ട്, കേന്ദ്രം സഹായിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമാണ്, അപ്പോൾ ഒരു മിച്ചസ്ഥിതിയിലേക്ക് എത്തുന്ന തരത്തിലുള്ള ധനകാര്യ സ്ഥിതിയാണ് നമുക്കുള്ളത് എന്ന് അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ഇപ്പോൾ സജീവൻ ചൂണ്ടിക്കാണിച്ച കാര്യം, ഓണത്തിന് ഏതെങ്കിലും ഇടത്ത് ഞങ്ങൾക്ക് ശമ്പളം കിട്ടിയില്ല എന്ന് പറഞ്ഞൊരു സമരം നടന്നിട്ടുണ്ടോ എന്ന് അദ്ദേഹം പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ചു. അതോടൊപ്പം തന്നെ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടോ, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അക്കാര്യം പറഞ്ഞു. അങ്ങനെ ചെയ്ത കാര്യങ്ങൾ, കിട്ടാത്ത കാര്യങ്ങളെക്കുറിച്ചല്ല, ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത് ഇതിലേക്ക്? ഞാൻ കൂട്ടിച്ചേർക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. GST പരിഷ്കാരം വന്നു, അതിൻ്റെ ഭാഗമായിട്ട് എന്തു നടപടിക്രമമാണ് അവിടെ പ്രൊഫസർ വസന്ത് സിറിയക്ക് ചോദിച്ചത് പോലും അദ്ദേഹം അത് അറിയാത്തതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ആഗസ്റ്റ് 15-നാണ് പ്രധാനമന്ത്രി ഈ GST കൗൺസിൽ പോലും വിളിക്കാതെ വരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് GSTയുടെ 5, 12, 18, 28 എന്നുള്ളത് മാറ്റി 18-ലേക്ക് കൊണ്ടുവരുന്ന തീരുമാനമെടുത്ത്. ഒരിക്കലും പാടില്ല, അത് ഇന്ത്യയിൽ പാടില്ലായിരുന്നു. പക്ഷേ GST കൗൺസിൽ വീണ്ടും സെപ്റ്റംബർ മാസം 3-നാണ് 56ാമത് GST കൗൺസിൽ ചേർന്നത്. അതിൽ കേരളത്തിൻ്റേത് ഉൾപ്പെടെയുള്ള കേരളം, തമിഴ്നാട്, കർണാടകം, തെലുങ്കാന, ജാർഖണ്ഡ്, ബംഗാൾ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള ഈ ധനകാര്യ വകുപ്പ് മന്ത്രിമാരെ യോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് 2025 ആഗസ്റ്റ് മാസം 29-ന് ഡൽഹിയിൽ ഒരു മീറ്റിംഗ് വിളിച്ചു. ഈ പരിഷ്കാരത്തിൻ്റെ ഭാഗമായി ഉണ്ടാവാൻ പോകുന്ന നഷ്ടം പരിഹരിക്കാൻ, യഥാർത്ഥത്തിൽ നഷ്ടപരിഹാര തുക നിങ്ങൾ നിർത്തിയെങ്കിലും പിരിച്ചെടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് അത് ഞങ്ങൾക്ക് അനുവദിക്കണമെന്ന് സംയുക്തമായി ആവശ്യപ്പെട്ടു. അത് അദ്ദേഹം അറിയാത്തതുകൊണ്ടാണ്. അതാണ് ഒന്നാമത്തെ. പിന്നെ കേരളം കടത്തിലാണെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. കടം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാ നോക്കണ്ടേ? അതായത് കടവും സംസ്ഥാനത്തിൻ്റെ മൊത്തം ആഭ്യന്തര വരുമാനവും തമ്മിലുള്ള അനുപാതത്തിൻ്റെ തോത് അടിസ്ഥാനത്തിലുള്ള റാങ്കിങ്ങിൽ ഇപ്പോൾ കേരളം 15ാമതാണ്. പഞ്ചാബാണ്, ബംഗാളാണ്, പിന്നീട് നമ്മുടെ ചെറിയ സംസ്ഥാനങ്ങളായ ഗോവയുണ്ട്, അതുപോലെ തന്നെ മേഘാലയ, മണിപ്പൂർ ഉൾപ്പെടെയുള്ള സ്റ്റേറ്റിനേക്കാളും പുറയിലാണ്, 15ാമതാണ് ഈ കേരളം നിൽക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. പിന്നെ കടക്കണി ഇവിടെ പറഞ്ഞല്ലോ, ധനമന്ത്രി എന്ന് പറഞ്ഞു വളരെ വിശദമായി. ഏറെ പ്രതിസന്ധി നിറഞ്ഞ, ഇനിയിപ്പോൾ വരാൻ പോകുന്നൊരു പ്രതിസന്ധിയുണ്ട്. ട്രംപിൻ്റെ വികലമായ ഇറക്കുമതി ചുങ്കത്തിൻ്റെ ഭാഗമായി നമുക്കുണ്ടാവാൻ പോകുന്ന ഒരു വലിയ നഷ്ടം വരാൻ പോവുകയാണ്. ആ നഷ്ടങ്ങൾക്കിടയിൽ പോലും കേരളം ഇന്ത്യയിൽ ഒന്നാമതെത്തിക്കാനുള്ള പരിശ്രമം നടത്തിയത് എങ്ങനെയാണ്? അതാണ് നമ്മുടെ നികുതി വരുമാനം വർദ്ധിപ്പിച്ചത്. ഇവിടെ ഒറ്റ കാര്യമുള്ളൂ, 47,000 മുതൽ 54,000 കോടി രൂപയായിരുന്നു നമ്മുടെ നികുതി വരുമാനം 2014-15 ആ കാലഘട്ടത്തിൽ. എന്നാൽ ഇപ്പോൾ അത് 86,000 കോടിയിലധികം രൂപയായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. ബഡ്ജറ്റ് എടുത്ത് നോക്കൂ, 1,30,000 കോടി രൂപയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിടത്തു നിന്നാണ് ഇന്ന് നമ്മൾ 2 ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റിലേക്ക് നമ്മൾ വർദ്ധിച്ചു. വരുമാനം വർദ്ധിപ്പിക്കാതെ എങ്ങനെയാണ് ബഡ്ജറ്റ് ഇത്രയും തുക ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നത്? മറ്റൊന്ന്, ഈ കേരളത്തിൻ്റെ സമഗ്രമായ വികസനം നടക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞത് ബഡ്ജറ്റിന് പുറത്ത് കുറച്ച് പണം കണ്ടെത്തണം എന്ന് തീരുമാനിച്ചു. അതാണ് കിബി. 1,26,40,000 കോടി, 1.5 ലക്ഷം കോടി രൂപയുടെ വികസനമാണ് നടക്കുന്നത് കേരളത്തിൽ. കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുള്ള
6 പാതയ്ക്ക് പിന്നെ ഏകദേശം 6,000 കോടി രൂപ ഈ കേരളത്തിലെ ഗവൺമെൻറ്റാണ് ആ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി കൊടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞു വിഴിഞ്ഞത്തിൻ്റെ കാര്യം, ഗെയിൽ പൈപ്പിൻ്റെ കാര്യം, കൂടംകുളം വൈദ്യുതി എത്തിക്കുന്ന കാര്യം, കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമാക്കുന്ന കാര്യത്തിൽ എന്തൊരു വികസന മുന്നേറ്റമാണ്. നമ്മുടെ പഴയ കാലത്തുള്ള പ്രവർത്തനങ്ങളാണോ? എടുത്തു നോക്കൂ. ആരോഗ്യ രംഗത്തുള്ള മുന്നേറ്റം, വിദ്യാഭ്യാസ മേഖലയിലുണ്ടായിട്ടുള്ള മുന്നേറ്റം, നമ്മുടെ ഡിജിറ്റലൈസ് ചെയ്യുന്ന പട്ടയങ്ങൾ, 5,60,000 വരുന്നവർക്ക് ഇപ്പോൾ കൊടുത്തിട്ടുള്ള ലൈഫ് മിഷനിലെ വീട്, ഇനി 1,30,000 പൂർത്തീകരിക്കാൻ പോകുന്ന അവസ്ഥ. കേരളത്തിൻ്റെ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ നാളിതുവരെ കൊടുത്ത ഹൗസ് കണക്ഷനുകൾ പൈപ്പിൻ്റെ ഇപ്പോൾ 50% വരുന്ന കുടുംബങ്ങൾക്ക് ഇപ്പോൾ വെള്ളം കൊടുക്കാൻ കഴിഞ്ഞു. കറണ്ട് കട്ടില്ലാത്ത ഏക സംസ്ഥാനമായി കേരളത്തെ മാറ്റാൻ കഴിഞ്ഞില്ലേ? ഒന്നാലോചിച്ച് നോക്കൂ. അപ്പോൾ വളരെ വേഗതയിൽ ബാധ്യതകൾ കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കുന്ന സാമ്പത്തികപരമായ ബാധ്യതകളാണ് നമുക്ക് തരാനുള്ള വിഹിതത്തിൽ ഇവിടെ പറഞ്ഞല്ലോ. ഈ വെട്ടിക്കുറവിനെക്കുറിച്ച് നേരത്തെ തന്നെ ഇവിടെ പറഞ്ഞു. നിരവധി മേഖലകളിലാണ് നമുക്ക് വെട്ടിക്കുറവുണ്ടാക്കിയിരിക്കുന്നത്. ആ വെട്ടിക്കുറവുകളിൽ ഇല്ലാതിരുന്നുവെങ്കിൽ ഇന്ന് കേരളം വികസനത്തിൻ്റെ ഇപ്പോഴുള്ള കുതിപ്പല്ല, അതിനുമപ്പുറം വലിയ തോതിലുള്ള വളർച്ച ഉണ്ടാകും എന്നതിന് ഒരു തർക്കമേ വേണ്ട. അതിന് പ്രതിപക്ഷവും എല്ലാ പക്ഷവും ഒന്നിച്ചു നിൽക്കണം. കേരളം നമ്മുടേതാണ്. കെ ബാബു പോരാ.